ഇറാനിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നതാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനിലെ നിലവിലെ സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ് എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏകദേശം 10,000-ത്തിലധികം ഇന്ത്യക്കാർ, അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തന്നെ നിലവിൽ ഇറാനിൽ താമസിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ലഭ്യമായ മാർഗങ്ങളിലൂടെ തന്നെ രാജ്യം വിടുവാനും അവിടേക്കുള്ള യാത്ര ഒഴിവാക്കുവാനും ഇന്ത്യ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ മുന്നറിയിപ്പിലാകട്ടെ, വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യാപാരികൾ, വിനോദസഞ്ചാരികൾ എന്നിവരോട് വാണിജ്യ വിമാനങ്ങൾ വഴിയോ മറ്റ് ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇറാനിൽ നിന്ന് പുറത്തു പോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ നാളെ ആദ്യ സംഘത്തെ തിരികെ എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ US സൈനിക നീക്കം നടക്കുമോ എന്ന സംശയം ശക്തമായി തന്നെ തുടരുന്നതിനിടയിലാണ് ഇന്ത്യക്കെതിരെ അവിടെ മടക്കി കൊണ്ടുവരാൻ, അതായത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ അവിടെ മടക്കി കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ കേന്ദ്രം നടത്തുന്നത്. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ മടക്കി എത്തുകയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് പലയിടത്തും ഇപ്പോൾ ഇന്റർനെറ്റ് സേവനമടക്കം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത് ആശയവിനിമയത്തെയും വിവരശേഖരണത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്നു. ഇന്ത്യൻ എംബസി ഇറാനിലുള്ള പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിച്ചു വരികയാണ്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ ഉടനടി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ ആശങ്കയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്ക് തയ്യാറായിരിക്കുന്ന ആദ്യ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായും വിദ്യാർത്ഥികളോട് അവരുടെ രേഖകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതായും വ്യക്തമാകുന്നു. കൂടാതെ തന്നെ യാത്രക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഇന്ത്യയിലും ഇറാനിലുമുള്ള വിവിധ അധികാരികളിൽ നിന്ന് ആവശ്യമായ അനുമതികൾ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നിലവിൽ ലഭ്യമല്ലാത്തത് പ്രവർത്തനങ്ങളെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനോ സാധിക്കുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ പ്രതികരിക്കാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പരിഗണിച്ച് പദ്ധതികൾ പതിവായി തന്നെ അവലോകനം ചെയ്യുകയും ചെയ്യുന്നു. ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയമാകട്ടെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയതായി തന്നെ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.